എന്താണ് റിയൽ സിഗ്മ മെയിൽ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം വീഡിയോസുകൾ നമുക്കിന്ന് ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ സിഗ്മ മെയിലിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആളുകൾ ഇത്തരം വീഡിയോസിൽ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് അവർ സ്വയം ഒരു സിഗ്മ മെയിലാണെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ ഒരു സ്ട്രോങ് മെയിൽ ആകുന്നതിന് പകരം വളരെ വീക്ക് മെയിലായിട്ട് അവർ മാറുന്നു. സിഗ്മ മെയിൽ എന്നുള്ളത് വളരെ യുണീക്ക് ആൻഡ് റയറസ്റ്റ് ആയിട്ടുള്ള മെൻസ് ബ്രീഡാണ്. വെറും 0.1% ആളുകളും മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ വരികയുള്ളൂ. എന്നാൽ ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയാസ് നിങ്ങളൊരു സിഗ്മ മെയിൽ ആണെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ മെജോറിറ്റി ആളുകളിലേക്ക് നൽകുന്നു. ശരിക്കും നമ്മൾ എന്താണ് റിയൽ ആയിട്ടുള്ള സിഗ്മ മെയിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ പുരുഷന്മാരെ രണ്ടാക്കി തരംതിരിച്ചിരുന്നു: ആൽഫ മെയിൽസ് ആൻഡ് ബീറ്റ മെയിൽസ്. ഈ ഒരു ബീറ്റ മെയിൽസ് ഫോളോവേഴ്സ് ആയിരിക്കും. ഇവരിലേക്ക് എന്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും അക്ഷരം തെറ്റാതെ അവർ അതിനെയൊക്കെ ഫോളോ ചെയ്യും. ഈ ഒരു ബീറ്റ മെയിൽസിലേക്ക് ഓർഡർ കൊടുക്കുന്നവരായിരിക്കും ആൽഫ മെയിൽസ്. ഇവർ അവരുടെ ലീഡർഷിപ്പ്, എബിലിറ്റീസ്, ഹൈ കോൺഫിഡൻസ്, നോ നോൺസെൻസ് ആറ്റിറ്റ്യൂഡ് ഇതുകൊണ്ടൊക്കെ വളരെ പവർഫുൾ ആയിരിക്കും. എന്നാൽ നമ്മുടെ സൊസൈറ്റി വളരും തോറും ആളുകൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി: മെയിൽസിൻ്റെ മൂന്നാമതായിട്ടുള്ള ഒരു കാറ്റഗറി കൂടി ഉണ്ടെന്നുള്ളത്. ഇവരെപ്പോഴും ഷാഡോസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർ ആൽഫയും ആയിരിക്കില്ല, ബീറ്റയും ആയിരിക്കില്ല. ഇവർക്കായിട്ട് പുതിയൊരു കാറ്റഗറി തന്നെ രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. ഇവരാണ് ദ സിഗ്മ. ഇവരിൽ ആൽഫ മെയിൽസിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും, ബട്ട് ഇവർ ആരെയും ലീഡ് ചെയ്യില്ല. ആൻഡ് കണ്ടാൽ ബീറ്റ മെയിൽസിനെ പോലെ വളരെ സൈലൻ്റ് ആയിരിക്കും, ബട്ട് ഇവർ ആരെയും ഫോളോ ചെയ്യില്ല. ഇവർക്കായിട്ട് ഒരു പുതിയ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടായിരിക്കുക. പവർ ഹയറാർക്കിയിൽ ആൽഫ മെയിൽസ് എപ്പോഴും ടോപ്പിലായിരിക്കും. ബീറ്റ മെയിൽസ് ഇവരെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഈ ഒരു ഹയറാർക്കിയിൽ എവിടെയായിരിക്കും സിഗ്മ മെയിൽ വരിക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹയറാർക്കിയിൽ സിഗ്മ മെയിൽ എവിടെയും വരില്ല. കാരണം സിഗ്മ മെയിൽ ഇവർക്കായിട്ട് പുതിയൊരു ഹയറാർക്കി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ അവർ ഒറ്റയ്ക്കായിരിക്കും. ആൽഫ മെയിൽസിന് അവരുടെ ലീഡർഷിപ്പ് സ്കില്ല് കൊണ്ട് ഒരുപാടധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ബീറ്റ ഫോളോവേഴ്സ് ഇവർക്കുണ്ടായിരിക്കും. ബട്ട് സിഗ്മ മെയിൽസ് അവർ തനിച്ച് ഒറ്റയ്ക്ക് പോരാടുന്നവരായിരിക്കും. നിങ്ങളും ഒരു എക്സ്ട്രാordinary ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു ബീറ്റ മെയിൽ നേച്ചർ മാറ്റി നിങ്ങൾ സിഗ്മ മെയിലായിട്ട് മാറണം. എന്നാൽ സിഗ്മ മെയിലായിട്ട് മാറണമെങ്കിൽ അതിന് ചില റൂൾസ് ഉണ്ട്. സോ ഈ ഒരു റൂൾസിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽ ഒന്നാമത്തെ റൂളാണ് ഡോണ്ട് പ്രിറ്റൻഡ് ടു ബി എ സിഗ്മ. ഫ്രണ്ട്സ്, ആളുകൾ ആദ്യം ഒരു ആൽഫ മെയിൽ ആവാനുള്ള പരിശ്രമത്തിലായിരുന്നു. ബട്ട് അവർക്കിത് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അവരൊരു സിഗ്മ മെയിൽ ആണെന്നുള്ള രീതിയിൽ ഫേക്കായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു ഫേക്കായിട്ടുള്ള സിഗ്മ മെയിൽ എന്നുള്ളത് ആക്ച്വലി ബീറ്റ മെയിൽസ് ആയിരിക്കും. ഇവർ ഒരു ഡേ മൊത്തം അവരുടെ റൂമിൽ വെറുതെ മൊബൈലും സ്ക്രോൾ ചെയ്തിരുന്ന് വീഡിയോ ഗെയിംസ് കളിച്ച് അവരുടെ ഗോളിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ഒരു ഗേൾ ഇവരോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പേടി കൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ബട്ട് ഇവരൊരു സിഗ്മ മെയിൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗേൾസിനെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ ഇവർ അഭിനയിക്കും. ബട്ട് റിയാലിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഗേൾസിന് മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരായിരിക്കും ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള സിഗ്മ മെയിൽസ്. എന്നാൽ ഒരു റിയൽ സിഗ്മ മെയിൽ ഒരിക്കലും തന്നെ താനൊരു സിഗ്മയാണെന്ന് പറഞ്ഞു നടക്കില്ല. അവരുടെ ആറ്റിറ്റ്യൂഡിലൂടെ ഇത് പ്രൂവ് ചെയ്യും. മറ്റുള്ള ആളുകളും ഇവരിലേക്ക് അട്രാക്റ്റ് ആയിട്ട് മാറും. സോ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു സിഗ്മ മെയിൽ ആണെന്ന് പറയുന്നതിലൂടെയോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ അങ്ങനെ വെക്കുന്നതിലൂടെയോ നിങ്ങൾ ഒരു സിഗ്മ മെയിലായിട്ട് മാറില്ല. സോ റൂൾ നമ്പർ 2, ജെൻഡർ ന്യൂട്രൽ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ മാറ്റിത്തരാം. സിഗ്മ മെയിൽ എന്നുള്ളത് അവരൊരിക്കലും തന്നെ സ്ത്രീകളെ അല്ലെങ്കിൽ തങ്ങളെക്കാളും ബലഹീനരായവരെ അടിച്ചമർത്തുന്നവരായിരിക്കില്ല. ആക്ച്വലി ഇതെന്നുള്ളത് വീക്കായിട്ടുള്ള ബീറ്റ മെയിൽസിൻ്റെ പ്രവണതയാണ്. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയാസിൽ പുരുഷന്മാർ സ്ത്രീകളെ വെർബലി, ഫിസിക്കലി ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാടധികം വീഡിയോസുകൾ കാണാൻ സാധിക്കും. ഇതെല്ലാം കണ്ടിട്ട് ആളുകൾ ഇത്തരം പുരുഷന്മാർക്ക് സിഗ്മ മെയിൽ എന്നുള്ള ടൈറ്റിലും കൊടുക്കും. ആക്ച്വലി റിയൽ സിഗ്മ മെയിൽ അവരൊരിക്കലും സ്ത്രീകളെ അല്ലെങ്കിൽ അവരെക്കാളും ബലഹീനരായവരെ അടിച്ചമർത്താൻ പോവില്ല. അവരെപ്പോഴും ജെൻഡർ ന്യൂട്രൽ ആയിരിക്കും. അതായത് അവർ മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. ഇതെന്നുള്ളത് സിഗ്മ മെയിൽസിൽ മാത്രമുള്ള ഒരു യൂണിക് ക്വാളിറ്റിയാണ്. ആക്ച്വലി ഈ ഒരു ക്വാളിറ്റിയാണ് ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്നും സിഗ്മ മെയിൽസിനെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ആൽഫ മെയിൽസ് എപ്പോഴും മറ്റുള്ളവർക്ക് മേലെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കണമെന്നായിരിക്കും വിചാരിക്കുക. എന്നാൽ സിഗ്മ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും.
സിഗ്മ മെയിൽസ് ഒരിക്കലും സ്ത്രീകളെ ഒരു സ്പെഷ്യൽ ക്രിയേച്ചറായിട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടും സ്ത്രീകളോട് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കും. ആൻഡ് ഇവരൊരിക്കലും ഇവരെക്കാളും ശക്തരായവരെ കണ്ടിട്ട് ഭയപ്പെടില്ല. അറ്റ് ദ സെയിം ടൈം ഇവരെക്കാളും ബലഹീനരായവരെ അടിച്ചമർത്താനും പോവില്ല. അവർ ഇത്തരക്കാരെ ഹെൽപ്പ് ചെയ്യും. ഇൻ ഷോർട്ട്, സിഗ്മ മെയിൽസ് എന്നുള്ളത് അത് നമ്മളുടെ ഇന്ത്യൻ ആർമി സോൾജേഴ്സിനെ പോലെയാണ്. അവർ വളരെ പവർഫുള്ളുമായിരിക്കും, അറ്റ് ദ സെയിം ടൈം ഹെൽപ്ഫുള്ളുമായിരിക്കും. നമ്പർ 3, റിമെയിൻ കാം ഇൻ എവറി സിറ്റുവേഷൻ. സിഗ്മ മെയിൽസ് എപ്പോഴും വളരെ റെസീലിയൻ്റ് ആയിരിക്കും. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിനെയൊക്കെ വളരെ കൂൾ ആൻഡ് കാമായിട്ട് നേരിട്ട് ഇവർ അതിനെ ഓവർകം ചെയ്യും. ഇതിനുള്ള കാരണം ഇവരിൽ എപ്പോഴും ഒരു പോക്കർ ഫേസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിലും, അതിപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആണെങ്കിലും വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇവരുടെ മൈൻഡ് എന്നുള്ളത് വളരെ സ്റ്റഡി ആയിരിക്കും. പുറത്തുനിന്ന് ഇവരിലേക്ക് മെൻ്റലി ഫിസിക്കലി എത്ര പ്രഷർ വന്നാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ വളരെ സ്ട്രോങ് ആയിരിക്കും, ക്വയറ്റ് ആയിരിക്കും. ഭഗവത്ഗീത ചാപ്റ്റർ 2 വേഴ്സ് 15 കൃഷ്ണൻ അർജുനോട് പറയുന്നത്, അർജുന, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണെന്നാൽ ആരാണോ തങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും തങ്ങളുടെ മനസ്സിനെ ഒരുപോലെ നിലനിർത്തുന്നത് അവരാണ്. അവർക്ക് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ MS ധോണി, തോമസ് ഷെൽബി, സ്റ്റീവ് ജോബ്സ്, ബ്രൂസ് ലീ, കേന റീവ്സ് ഇവരെ ശ്രദ്ധിച്ചു നോക്കൂ. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും ഇവരൊരിക്കലും ഇവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം കൈവിടില്ല. പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും കാര്യങ്ങളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി അതിനെ ഓവർകം ചെയ്യും. ഒരു റിയൽ സിഗ്മ മെയിൽ അയാളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ പുറത്തെടുക്കുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും. നമ്പർ 4, എംബ്രേസ് യുവർ സെൽഫ്. ഒരു റിയൽ സിഗ്മ മെയിലിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്നാൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്നുള്ളതാണ്. തങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ. അത് നേടിയെടുക്കുന്നത് വരെ ഇവർക്ക് വിശ്രമമോ സമാധാനമോ ഉണ്ടായിരിക്കില്ല. ഇവരൊരിക്കലും ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോവില്ല, ആവശ്യമില്ലാത്ത ആളുകളെ കാണില്ല, ടൈം വേസ്റ്റ് ചെയ്യില്ല, പാർട്ടിക്ക് പോവില്ല, അനാവശ്യമായിട്ടുള്ള സോഷ്യൽ ഫങ്ഷൻസിനും പോകില്ല. ഇവരൊരിക്കലും മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, തൻ്റെ ഫ്രണ്ട്സ് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടൊന്നും തന്നെ ബോധേഡ് ആവില്ല. ഇതുകൊണ്ട് തന്നെ ഇവർ ആരെ പറ്റിയും വറീഡ് ആവില്ല, ആരെ കണ്ടും ഇൻസ്പയർ ആവില്ല. ഇവരുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്നുള്ളത് അത് ഇവർ തന്നെ ആയിരിക്കും, ഇവരുടെ ലൈഫായിരിക്കും. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് ഒബ്സഷൻ എന്ന് വിളിക്കാം, ഈഗോ എന്ന് വിളിക്കാം, ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഈ ഒരു ലോകത്തിൽ ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അത് ഇവർ തന്നെയായിരിക്കും, ഇവരുടെ ലൈഫ് പർപ്പസ് ആയിരിക്കും. നമ്പർ 5, സൈലൻസ് ഈസ് പവർ. ഒരു റിയൽ സിഗ്മ മെയിൽ എന്നുള്ളത് എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി സൈലൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു ലോൺ വോൾഫ് പോലെ ആയിരിക്കും ഇവരുടെ ക്യാരക്ടർ. ഇവർ ഒരു സോളോ ട്രാവലറാണ്. അവർക്ക് വേണ്ട വഴി അവർ സ്വയം ക്രിയേറ്റ് ചെയ്യും. അധികം ആളുകൾക്കൊപ്പം ഇടപഴകുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവരൊരിക്കലും മറ്റുള്ളവരുമായിട്ട് ആർഗ്യുമെൻറ്റിന് പോകില്ല. ഇവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ഇവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംസാരം കേട്ട് മറ്റെല്ലാവരും അതിശയപ്പെട്ടു പോകും. ഇവരൊരിക്കലും ഒരു ആൽഫ മെയിലിനെ പോലെ ഒരു എക്സ്ട്രോവേർട്ടഡ് ലീഡർ ആയിരിക്കില്ല. പവർഫുൾ സ്പീച്ചിലൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇവർക്ക് സാധിക്കില്ല. കാരണം ഒരു സിഗ്മ മെയിലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളത് അത് അവരുടെ വേർഡ്സിനേക്കാളും അവരുടെ ആക്ഷൻസ് ആയിരിക്കും. സിഗ്മ മെയിൽസ് എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും. ആൻഡ് ഓരോ കാര്യങ്ങളെയും നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടെ ലൈഫിലെ നെക്സ്റ്റ് മൂവ് ഇവർ നടത്തുക. സോ നിങ്ങളൊരു സിഗ്മ മെയിൽ ആണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏത് ടൈപ്പാണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.